ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഇങ്ങനെ എടുത്ത് ഇടണമെന്ന് ഇട്ടതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹെഡിങ് കണ്ടില്ലേ, ഉമ്മയും ഞാൻ. അപ്പോൾ എന്താണ് ഉമ്മ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവും. ശരിക്കും ഉമ്മ തന്നെയാണ്. അതായത് ഞാൻ ജനിച്ചു വളർന്ന കൊടുങ്ങല്ലൂരിലത്തെ എൻ്റെ വീടിൻ്റെ തൊട്ട് കിഴക്കേ വീട്, കിഴക്കേ എന്നാണ് ഞങ്ങൾ പറയുക, റോഡിൻ്റെ അപ്പുറത്ത്. അപ്പം അവിടുത്തെ ഉമ്മയുടെ പേര് ബീവാത്തു എന്നാണ്. ഉമ്മ ഇപ്പം ഇല്ല, മരിച്ചിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞു, 3 വർഷം ആവണം, അത്ര ആയിട്ടുള്ളൂ. അപ്പം എന്താണ് ഉമ്മയുടെ കാര്യം പറയാനുള്ളത്, പെട്ടെന്ന് ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻ്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ചിന്തകൾ വളരെ ചെറുപ്പത്തിലേക്ക് പോകാറുണ്ട്. ഇപ്പം എൻ്റെ ഈ ചാനലിൻ്റെ പേര് തന്നെ ന്യൂസ് ടു മീഡിയ സ്റ്റോറീസ് എന്നാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ കഥകൾ കേട്ടിട്ടുള്ളത് ഉമ്മയുടെ വായിൽ നിന്നാണ്. അതിപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ കഥ തുടങ്ങി എവിടത്തേക്ക് എന്തൊക്കെ കഥകളുണ്ടോ അതെല്ലാം ഉമ്മ ഇരുന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അത് ചിലപ്പോൾ ഉച്ച ടൈമിലായിരിക്കാം. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ മുറ്റത്താണ് കളിയൊക്കെ. അപ്പോൾ കളിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ കുറേ അടിയിടിക്ക് കഴിയുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഉമ്മയുടെ തല ഇങ്ങനെ കുത്തി കൊടുക്കാൻ പറയും. അപ്പോഴൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും കഥ പറയുക. പിന്നെ അതുപോലെ രാത്രി ഞങ്ങൾ അവിടെ മണ്ണ് കൂട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ പുഴയിലത്തെ മണ്ണ് മുറ്റത്തിടാൻ വേണ്ടിയിട്ട് എല്ലാ കൊല്ലം ഉപ്പയും ചെയ്യും, എൻ്റെ അച്ഛനും ചെയ്യണം. അപ്പോൾ മുറ്റത്ത് മണ്ണ് ഇടുന്ന പരിപാടി. അപ്പോൾ മണ്ണ് അവിടെ കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മണ്ണുമ്പോൾ ചെന്ന് രാത്രി ഞങ്ങൾ ഇരിക്കണ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ റോട്ടിലൊക്കെ അന്നും ഞങ്ങൾ കൊടുങ്ങല്ലൂരായതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മണ്ണുമ്പോൾ ചെന്നിരിക്കും. അപ്പോൾ ഉമ്മ അവിടെ വന്നിരിക്കും. അങ്ങനെ ഞങ്ങളോട് ഓരോ കഥ പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങളെ കഥകൾ, അങ്ങനത്തെ കഥകൾ, സൂര്യൻ്റെ കഥകൾ, പിന്നെ എന്താണ് ചന്ദ്രഗ്രഹണത്തിൻ്റെ കഥയൊക്കെ ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം കേൾക്കണതൊക്കെ. അപ്പം ഇപ്പം ഞാൻ എന്താണ് ഉമ്മാനെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അമ്മോട് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം, പല കാര്യങ്ങൾക്കും കണക്റ്റഡായിട്ട് നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരൊറ്റ കാര്യം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം തന്നെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഉർവശിയാണോ നല്ല നടി അല്ലെങ്കിൽ ശോഭനയാണോ നല്ല നടിയെന്ന്, അല്ലേ? അങ്ങനെ ചോദിക്കും. പിന്നെ എൻ്റെ അമ്മ ഒരു വിഷമം പറഞ്ഞപ്പോൾ, ഞാൻ വിഷമം എന്ന് പറയാൻ പറ്റില്ല, ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത മറുപടി, ഇതിന് എനിക്ക് പറയാനുള്ള മറുപടി ഒന്നാണ്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ 5 മക്കളുണ്ട്. ഉമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൂ, ഇപ്പോൾ ശോഭന ഉർവശിയുടെ അഭിനയം എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കാണുന്ന ആൾക്കാരായതുകൊണ്ട് ശോഭനയുടെ അഭിനയവും നമുക്ക് ഇഷ്ടമാണ്, ഉർവശിയുടെ അഭിനയവും നമുക്ക് ഇഷ്ടമാണ്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒരു വീട്ടിൽ 5 മക്കളുണ്ട് എന്ന് വിചാരിക്കുക. ഈ 5 മക്കളുണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ 5 വിരൽ നോക്കിയേ, ഈ 5 വിരലും 5 ഷേപ്പല്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം. പക്ഷേ ഒരു കൈ ആയാലും നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഈ 5 വിരലും നമുക്ക് വേണ്ടേ? ഇത് മുഴുവനും നമുക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ, അല്ലേ? അത് ഞാൻ പിന്നീട് ചിന്തിച്ചെടുത്താണ്. ഉമ്മ പറഞ്ഞത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ 5 വിരൽ 5 ഷേപ്പല്ലേ, അപ്പം 5 സ്വഭാവമായിരിക്കും എന്നാണ് ഉമ്മ പറഞ്ഞത്. ബാക്കി ഞാൻ ചിന്തിച്ചെടുത്തതാണ്. ഈ 5 വിരലും വേണമല്ലോ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ചിന്തിച്ചെടുത്താണ്. അതുപോലെ തന്നെ ഉർവശിയുടെ അഭിനയമായാലും ശോഭനയുടെ അഭിനയമായാലും നമുക്ക് ഈ 5 വിരൽ പോലെ തന്നെയാണ്. ഒരുപാട് സിനിമാ നടികളുണ്ടെങ്കിലും ഇവരെല്ലാവരും അഭിനയവും വേറെ വേറെ രീതിയിലുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ ആ സെൻസിൽ കൂടെ ആസ്വദിക്കും. അത് ഇത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് ഉണ്ട്, ഓരോ സ്വഭാവം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ ആ രീതിയിൽ കൂടെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുക, അല്ലേ? ഇഷ്ടപ്പെടുന്നതും നമ്മൾ അതിനെ അംഗീകരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഇത് ഓർമ്മ വന്നപ്പം എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.